സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുപ്പുലരി കൂടി സമാഗതമായിരിക്കുന്നു. വടക്കിൻ്റെ വേറിട്ട കാഴ്ചകളിലൂടെ, വിസ്മയ കാഴ്ചകളിലൂടെ ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ചയുടെ വിഷു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. തായമ്പകയിലും പഞ്ചവാദ്യത്തിലും മേളപ്പെരുക്കത്തിലുമെല്ലാം ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ വാദ്യകലാകാരൻ, വടക്കൻ കേരളത്തിൻ്റെ അനുഗ്രഹീത വാദ്യകലാരത്നം, അതെ, മടിയൻ രാധാകൃഷ്ണമാരാണ്. തായമ്പകയിൽ നവക്കൂറിന് ജന്മം നൽകിയ വടക്കൻ കേരളത്തിൻ്റെ താളമേള പെരുക്കത്തിൻ്റെ വിസ്മയ ശബ്ദമായ മടിയൻ രാധാകൃഷ്ണമാരാറാണ് നേർക്കാഴ്ചയുടെ വിഷു അധ്യായത്തിൽ നമ്മുടെ അതിഥി. വാദ്യകലയുടെ അനന്ത സാധ്യതകൾ തൊട്ടറിഞ്ഞ് തായമ്പകയുടെ വിശാലമായ കലാലോകത്തേക്ക് മടിയൻ രാധാകൃഷ്ണമാരാർ ആകർഷിക്കപ്പെട്ടതെങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയരാരാണ്, കേൾക്കാം. നമസ്കാരം. കാസർഗോഡ് വിഷൻ മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ വാദ്യകലാ മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഈ പ്രദേശം തന്നെയാണ്. മടിയൻകൂലത്തിൻ്റെ എല്ലാ പരിപാടികളും ചെറുപ്രായം തൊട്ട് അച്ഛൻ്റെ കുടുംബത്തിൻ്റെ മഹാപാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയായി ഇവിടെ സേവ ചെയ്യാനും അതോടനുബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിൽ അച്ഛൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാനും ഉള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഗണപതിക്ക് കൊട്ടി തുടങ്ങിയാണ് ഇന്ന് ഈ വികസിച്ച് കാണുന്ന ഈ തായമ്പകയിലെ എൻ്റെ ഒരു കരുത്ത്. തുടർന്ന് ഗുരുനാഥൻ സദനം വാസുവാശാൻ്റെ കീഴിൽ എന്നെ തായമ്പക വൃത്തിയായി പഠിപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കുകയും അവിടുന്ന് തായമ്പക ബാലുശ്ശേരി കോട്ടയിൽ വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം. 2ാമത്തെ അരങ്ങ് വീണ്ടും മടിയൻകൂലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് നടന്നു. 3ാമത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും. ഇതൊക്കെ നടക്കുന്നത് 70ൻ്റെ അവസാനം, 80ൻ്റെ ആദ്യം. അതിന് തായമ്പക പഠനത്തിന് ശേഷമാണ് പിന്നീട് തിമല അച്ഛൻ തുടങ്ങി വെക്കുന്നത്. അത് ശ്രീമാൻ പല്ലാവൂർ കുഞ്ഞകുട്ടന്മാരാരുടെ ശിക്ഷണത്തിൽ അതിൻ്റെ ഉപരിപഠനവും നടക്കുകയുണ്ടായി. അപ്പോൾ മേളം, തായമ്പക, പഞ്ചവാദ്യം എന്നീ 3 മേഖലകളിലായിട്ടാണ് ഞാൻ ഈ ക്ഷേത്ര കലയിൽ സഞ്ചരിക്കുന്നത്. ഗുരു കാളവീട് കൃഷ്ണൻകുട്ടിമാരാരാണ് എൻ്റെ അച്ഛൻ. ആ ഒരു മഹത് പാരമ്പര്യത്തിൻ്റെ കണ്ണിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഞാൻ അതിന് അച്ഛൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഈ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ചാണ് ഈ പഠനം, വാദ്യകലാ പഠനം. ഈ വടക്കേ മഠമായിരുന്നു ഞങ്ങളുടെ അഭ്യാസ കേന്ദ്രം. അച്ഛൻ തുടങ്ങി വെച്ച ആ പദ്ധതി ആ സമയത്ത് ഞാൻ, എൻ്റെ അനുജൻ അടക്കം ശ്രീധരമാരാർ, ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ അച്ഛൻ്റെ മേൽനോട്ടത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അത് ഞാനിവിടുന്ന് മടിയനിന്ന് താമസം കാഞ്ഞങ്ങാടേക്ക് മാറുന്നത് വരെയും ആ ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ മറ്റ് റിസർച്ച് ആൻഡ് റിനോവേഷൻ കാര്യങ്ങൾ നടക്കുന്നത് കാഞ്ഞങ്ങാട് വെച്ചിട്ടാണെന്ന് മാത്രം. തൃശ്ശൂർ പൂരം പോലുള്ള വലിയ വേദികളിൽ കൊട്ടിക്കയറിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ,
അതിനുമപ്പുറം സന്തോഷം പകർന്ന നിമിഷമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മത്തിൽ കൊട്ടാൻ കഴിഞ്ഞത്. ആ അനുഭവങ്ങളിലേക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ബഹുമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2025 തൃശ്ശൂർ പൂരത്തിന് എന്നെ എലഞ്ഞിത്തറ മേളത്തിൻ്റെ ഒരു കലാകാരനായി ക്ഷണിച്ചു, മുൻനിരയിലുള്ള ഒരു കലാകാരനായി ക്ഷണിച്ചു എന്നുള്ളത്. അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ ഒരു അംഗീകാരമാണ്. അതേപോലെ തന്നെ അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാപനവുമായി ബന്ധപ്പെട്ട് നടന്ന 41 ദിവസം നടന്ന മണ്ഡല ഉത്സവം, പല്ലക്കി ഉത്സവം എന്നാണ് അതിന് പറയുക. അത് ആദ്യമായി അയോധ്യയിൽ ഒരു പഞ്ചവാദ്യം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയതും ഒരു ജന്മനിയോഗമായി കണക്കാക്കുന്നു, ഗുരുനാഥന്മാരുടെ അനുഗ്രഹമായി കണക്കാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഈ കല കൊണ്ടു നടന്നതിനുള്ള ഒരു സമ്മാനമായി തന്നെ കണക്കാക്കിയാണ്. അതുപോലെ കേരളത്തിൽ വടിയങ്കൂലം അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വാദ്യ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിയതിലുള്ള ചാരിതാർത്ഥം എടുത്തു പറയത്തക്കതാണ്. ആ ഒരു സന്തോഷം ഈ കലായാത്രയിൽ എന്നെ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ള ആളാക്കി മാറ്റുകയാണ്. പേജാവൂർ മഠാധിപതി ശ്രീ ഈശ്വപ്രസന്ന തീർത്ഥ സ്വാമിജികളാണ് അയോധ്യയിലേക്ക് എന്നെ എത്തിക്കുന്നത്. കാരണം ഉടുപ്പി ക്ഷേത്രത്തിലുള്ള എല്ലാ ചടങ്ങുകൾക്കും പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ ഞാനിവിടുന്ന് പോകാറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം അദ്ദേഹത്തിന് അയോധ്യ ക്ഷേത്രത്തിൽ ഒരവസരം വന്നപ്പോൾ അത് വേറെ ആരെയും ക്ഷണിക്കാതെ എന്നെ തന്നെ നിയോഗിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് കേരളത്തിലെ എല്ലാ മേളങ്ങൾക്കും എൻ്റെ സാന്നിധ്യം കണ്ടറിഞ്ഞ് കമ്മിറ്റി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. അതും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ പൂരത്തിന് വക്കിൽ നിന്ന് കൊട്ടി വന്ന് അങ്ങനെ സ്ഥാനങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് എന്നെ നേരിട്ട് വിളിക്കുകയാണ് ആദ്യമായിട്ട് തൃശ്ശൂർ പൂരത്തിന്. ആ ഒരു പ്രത്യേകത കൂടെ അതിനുണ്ട്. തായമ്പകയിലെ സാമ്പ്രദായികമായ ചട്ടക്കൂടുകൾ പൊളിച്ചുകൊണ്ട് മടിയൻ രാധാകൃഷ്ണമാരാർ ഒരുക്കിയ താളവിസ്മയമാണ് തായമ്പകയിലെ നവക്കൂറ്. എന്താണ് നവക്കൂറ്? ലാണ് തായമ്പക എന്നുള്ള കാര്യത്തിൽ ഒരു നവീകരണ ആശയങ്ങളും ഒരു പുതിയ ആശയങ്ങളും വരാത്ത കാലഘട്ടത്തിൽ ഞാൻ ഒരു കൂറ് തന്നെ ഉണ്ടാക്കിയത്. കാരണം മറ്റ് തായമ്പകളിൽ അടിസ്ഥാന കൂറുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ആ ഒരു ആശയത്തിൽ നിന്നാണ് നവക്കൂറ് ഉണ്ടാകുന്നത്. നമുക്ക് ത്രിശ്ര, ഖണ്ഡ, മിശ്ര നടകളിൽ കൂറ് ഉണ്ട് എന്നുള്ളതുപോലെ തന്നെ സങ്കീർണ നടയ്ക്ക് ഒരു അവലംബം ഉണ്ടാക്കാമെന്ന് തോന്നി. അതിന് സങ്കീർണ 9 അക്ഷര കാലത്തിലെ ഇതാണ്. അതിന് നവം എന്നുള്ള പേരും കൊടുത്തു. ഇതേ മടിയങ്കൂലം ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് അതിൻ്റെ ഉൽപ്പത്തി ഉണ്ടായത്. ഇതേപോലെ ആരോ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ വർഷകാലത്ത് വടക്കേ മഠത്തിൽ വെച്ചൊരു തായമ്പ അഭ്യാസം ഉണ്ടാവും. അപ്പം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനൊരു ആശയം വന്നത്. ആ ആശയം ഇവിടുന്ന് തന്നെ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് അതിനൊരു കൂറാക്കി മാറ്റുകയും ഉദയാസ്തമന തായമ്പ യജ്ഞത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. അത് ഒരു തായമ്പക ചരിത്രമാണ്. അതിനുശേഷം തുടരെ പല സ്ഥലങ്ങളിലും
ഈ റിനോവേഷനും പുതിയ നിർമ്മാണം ഒക്കെ വളരെ സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരു പിന്നെ എന്താ ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് കലാകാരന്മാർ ഇറങ്ങുന്നത് കാണുമ്പോൾ അതിനൊരു തുടക്കം കുറിച്ച ആൾ നിലനിൽക്ക് നമുക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെ വന്ന കാര്യങ്ങളാണ് സാക്സഫോണിൽ ഒരു പരീക്ഷണം. അതായത് ഈ കുഴൽ, കൊമ്പ്, എലത്താളം, ചെണ്ട എന്നിവയാണ് ഒരു മേളത്തിൻ്റെ കോമ്പിനേഷൻസ്. തത്കാലം കുഴലിനെ അവിടെ നിർത്തി കുറച്ച് സാക്സഫോൺ കലാകാരന്മാരെ വിളിച്ച് അവരെ കൊണ്ടൊരു പരിശീലനം കൊടുത്ത് ഒരു മേളം. അത് നമ്മുടെ പ്രസ് ഫോറം, കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് അതിന് എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്നത്. അത് ചെയ്യുകയുണ്ടായി. പിന്നീട് പ്രശസ്ത ചിത്രകാരൻ പുല്ലൂർ രാജേന്ദ്ര പുല്ലൂരിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രവർത്തനം, ഒരു പരിപാടി ഉണ്ടായി. അത് കൊട്ടും വരയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലമായി, ഇത് വെള്ളിക്കോത്ത് വെച്ചായിരുന്നു. അങ്ങനെ അതായത് ഒരു തായമ്പക കൊട്ടുന്ന സമയം കൊണ്ട് ഒരു കല, ഒരു പെയിൻറ്റിങ്. അന്ന് നല്ലൊരു പരിപാടിയായിരുന്നു അത്. നമുക്ക് ഇവിടെ അന്ന് അങ്ങനത്തെ ഒന്നും പരിപാടികൾ ചെയ്യുന്നതിൽ പിന്നെ അങ്ങനെ ഒരു ശ്രമമൊന്നും സ്വതവേ കൊട്ടി പോയി അതിൻ്റെ കാശ് കിട്ടി അതിന് അങ്ങനെ ഏർപ്പെടാൻ എല്ലാ കലാകാരന്മാർക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊട്ടും വരെയുണ്ടായി. തെക്കൻ കേരളത്തിലുള്ളതുപോലെ ഒരുപക്ഷെ വാദ്യകലകളെ അംഗീകരിക്കാൻ, ആസ്വദിക്കാനുള്ളൊരു മനസ്സ് വടക്കൻ കേരളത്തിനുണ്ടോ? വടക്കൻ കേരളത്തിലെ വാദ്യകലയുടെ മടിയൻ പാരമ്പര്യത്തെക്കുറിച്ചും രാധാകൃഷ്ണൻ മാരാർക്ക് പറയാനുണ്ട്. തായമ്പകയുടെ അവസരങ്ങളുണ്ടാവുന്നതിൽ വടക്കും തെക്കും, കാരണം തായമ്പകയ്ക്ക് കൂടുതൽ വേദികൾ എപ്പോഴും തെക്കൻ ദിക്കിലാണ്. നമുക്ക് ഒരു 2005 ശേഷമാണ് പിന്നെയും തായമ്പകകളൊക്കെ കൂടുതൽ ഇങ്ങോട്ട് അരങ്ങുകൾ വരുന്നത്. അത് പ്രധാന കാരണം നമ്മുടെ തെയ്യങ്ങളുടെ ഒരു നാടാണ്. അവിടെ തെയ്യത്തിൻ്റെ ഒരു നാടായിട്ടുള്ള തെയ്യം കാവുകൾ നിറയെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതിനാണ് കൂടുതൽ കാഴ്ചക്കാരും വിശ്വാസത്തിൻ്റെ രീതിയിലും ഇതൊക്കെ നടക്കുന്നത്. തെക്കൻ ദിക്കിൽ അതല്ല. കൊട്ട്, തായമ്പക, പഞ്ചവാദ്യ മേളം എന്നുള്ള നിലക്ക് അതിന് ഈ കാലഘട്ടത്തിൽ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോൾ ബത്തമാതിരിയല്ല, കുറച്ച് മേളങ്ങളും പരിപാടികളൊക്കെ ഈ ഭാഗത്തും സംഘടിപ്പിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. പിന്നെ നമ്മുടെ കൊട്ടിൻ്റെ ബാണികൾ, പയ്യന്നൂർ ബാണിയാണ് വടക്കേ മലബാറിൽ പ്രചാരമായിട്ടുള്ളത്. അത് തൃശ്ശൂർ ബാണിയോ അല്ലെങ്കിൽ ചാലക്കുടി പുഴക്ക് അപ്പുറമുള്ള തെക്കൻ ശൈലിയോ അതൊന്നുമല്ല. ഇവിടെ പയ്യന്നൂർ ബാണി, പയ്യന്നൂർ ദേശത്തിൻ്റെ പെരുമാളുടെ ഒരു പിന്നെ ആ ചുറ്റുവട്ടത്തുനിന്ന് ഉള്ള സാധാരണ ഇത് കൊണ്ടു നടക്കുന്ന കുലം മാരാർ സമുദായത്തിലുള്ളവരാണ്. വാദ്യകല അവരുടെ ഒരു കുലത്തൊഴിലാണ്. ഇപ്പോൾ അതല്ല, എല്ലാവരും ജനകീയമായിട്ട് ഇത് ഒരു കല എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് കൊട്ടിൻ്റെ ഈ ബാണി സമ്പ്രദായങ്ങളിൽ കുറച്ച് മാറി വരികയാണ്. അപ്പോൾ അത് വ്യക്തികളിലൂടെ അത് പല കൈവഴികളായിട്ട് പോകുമ്പോഴുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ അച്ഛൻ്റെ കാലത്ത് പിന്നെ ഈ തായമ്പകയുടെയും മറ്റു മേളങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം അത് എന്നിലേക്ക് വരികയും ഞാനത് കൊണ്ടു നടന്ന് എൻ്റെ ശിഷ്യരിലേക്ക് പകരുകയും അങ്ങനെ എല്ലാ കലകളുടെ വികാസം പോലെ തന്നെ വാദ്യകലകൾക്കും ഒരു ദൈനംദിന മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനെ
ഒരു ബാണി എന്നൊക്കെ പറയാൻ പറ്റുമോ ആ കാര്യം എനിക്കറിയില്ല. അങ്ങനെയാകട്ടെ ഇവിടെ ഒരു മടിയൻ ബാണി ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം, ചെറുവത്തൂർ, ഇവിടെ പെരുതടി, പനയാൽ, ഇതൊക്കെ ഈ ഒരു ഞാൻ തന്നെ ഈ നീലേശ്വരത്തും പയ്യന്നൂർ, ചെറുവത്തൂരും അതേപോലെ തന്നെ ഈ കാഞ്ഞങ്ങാട് ഭാഗത്തും ഒരുപാട് ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നീലേശ്വരത്ത് ഞങ്ങളുടെ മാരാർ സമുദായത്തിൽപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാർ എൻ്റെ ശിഷ്യരായിട്ടുള്ളവരുണ്ട്. അതിനു മുമ്പേ തന്നെ എൻ്റെ അച്ഛൻ്റെ സമശീർഷരായിട്ടുള്ള കലാകാരന്മാർ ഇവരൊക്കെ ഈ നീലേശ്വരത്ത് ഉണ്ട്. അപ്പോൾ ഒരു പരിപാടി പെട്ടെന്നൊരു 50 ആളുടെ ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഒന്ന് നീലേശ്വരത്ത് പോയാൽ മതി. അവിടെയുള്ള നമ്മളെ ശിഷ്യന്മാരെല്ലാം കൂടെ വരും. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും. അങ്ങനെ ഇന്നിപ്പോൾ കലാകാരന്മാർ ഒട്ടനവധി ഇതായിട്ടുണ്ട്. ഇന്ന് മുഖ്യധാരയിലല്ല എന്ന് മാത്രം, എല്ലാവർക്കും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സമയത്ത് ഇതിനെ കൊണ്ടു നടക്കുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഇത് മാത്രം ആയി ഇനിയുള്ള കാലങ്ങളിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. വാദ്യകലയിൽ അനവധി ശിഷ്യസമ്പത്തിനുടമയാണ് രാധാകൃഷ്ണമാരാർ. ശിഷ്യസമ്പത്തിനെ വളർത്തിയെടുക്കുമ്പോൾ അങ്ങൂന്നൽ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വാദ്യകല പരിശീലിച്ചതും ഇത് പരിശീലിപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ മടിയൻകുലത്തിൻ്റെ വടക്കേ മഠത്തുനിന്നാണ്. ഇവിടുന്ന് ഒരു 80 കാലഘട്ടങ്ങളിൽ ഒരുപാട് കുട്ടികളെന്ന് വെച്ചാൽ പഠിക്കുന്നവരെ വിദ്യാർത്ഥികളൊക്കെ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും എന്നെക്കാൾ പ്രായമുള്ളവരും എല്ലാവരെയും അച്ഛൻ ദക്ഷിണ വാങ്ങും. പിന്നെ പഠിപ്പിക്കൽ എൻ്റെ അങ്ങനെ പഠിപ്പിച്ച് അത് നമുക്കും പഠിപ്പിക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമായി മാറുന്നു. പഠനവും പാഠനവും പരസ്പരം അത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീധരൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ആ സമയത്ത് പഠിച്ചവരാണ്, ആ ബാച്ചിൽ ഉണ്ടായിരുന്നവരാണ്. അതുപോലെ പിന്നീട് കലോത്സവത്തിൻ്റെ മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ശിഷ്യന്മാരുണ്ട്. കാഞ്ഞങ്ങാട്, വെള്ളിക്കോത്ത്, അതുപോലെ കൊല്ലത്തും അവിടെ ഒരു സ്കൂളിൽ അമൃതാനന്ദമയിയുടെ പാരിപ്പള്ളി സ്കൂളിൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഉള്ള ശിഷ്യന്മാർ ഈ കല കൊണ്ടു നടക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് ശ്രീരാഗ് തുടങ്ങി അനവധി ശിഷ്യന്മാർ ആ സമയത്ത് പഠിച്ചവരാണ്. അതുപോലെ തന്നെ പേരെടുത്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ പയ്യന്നൂർ മുതൽ ഇങ്ങോട്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ ഈ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നവരാണ്. കമലദളങ്ങളിൽ ഉണരും കന്യക കലയുടെ കാഞ്ചന വിഗ്രഹമേ, കമലദളങ്ങളിൽ. തായമ്പകയിലും പഞ്ചവാദ്യത്തിലും മേളപ്പെരുക്കത്തിലും രാധാകൃഷ്ണമാരാർ പുതിയ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വാദ്യകലയുടെ നിലനിൽപ്പിന് എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ കാലത്ത് വരുത്തേണ്ടതെന്നാണ് രാധാകൃഷ്ണമാരാർക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷം.
പാരമ്പര്യ രീതിയിൽ നമ്മുടെ കൊട്ട് അതിൻ്റെ പരിശീലനം അതിൻ്റേതായിട്ടുള്ള ചില രീതികളും കൊട്ടിൻ്റെ ഭാഷകളുമുണ്ട്. അതിൽ നിന്നും ഒരു തരത്തിലും വ്യതിചലിച്ച് പോകുന്നത് അത്ര ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. ഞാൻ ചെയ്തു വരുന്ന രീതിയും മറ്റ് മൃദംഗം, തബല, തവില് എന്നുള്ള ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അധികം തായമ്പകയിലും കലാകാരന്മാർ സന്നിവേശിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ തായമ്പകയുടെ തന്നെ ശരിക്കുള്ള പരിശീലന രീതി, അതിൻ്റെ സമ്പ്രദായത്തിലുള്ള അഭ്യസനം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആ രീതിയിൽ തന്നെ കൊട്ടുന്ന തായമ്പക, ഉദാഹരണത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ മാടായിക്കാവ് ശങ്കരമാരാർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള തായമ്പക, എൻ്റെ അനുഷ്ഠാന വാദ്യകലയുടെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം കൊട്ടിയ ആ കാലത്തുള്ള അവരൊക്കെ കൊട്ടിയ തായമ്പക, അത് തനിമയാർന്ന നമ്മുടെ ക്ഷേത്രവാദ്യകല എങ്ങനെയാണോ ശരിക്ക് പ്രയോഗിക്കേണ്ടത് ആ രീതിയിൽ തന്നെ ഉള്ളവയായിരുന്നു. നേരെ മറിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ സ്വാഭാവികമാണ്, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ഇതിനോടുള്ള കർണാട്ടിക് ഇൻസ്ട്രുമെൻസിനോടുള്ള ഭാവുകത്വം, അതിൻ്റെ കൂടുതലുള്ള ആ വഴിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തിരിയുന്നത് അത്ര ഒരു ആശാവഹമായ കാര്യമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇന്ന് കലാകാരന്മാരൊക്കെ വളരെ ആത്മാർത്ഥമായി പരിശീലിച്ച് തന്നെയാണ് ഇന്ന് അഭ്യസിച്ചിട്ട് തന്നെയാണ് ഇന്ന് കല ചെയ്യാൻ വരുന്നത്. ആ നിലക്ക് ഇതിൻ്റെ യങ്സ്റ്റേഴ്സിൽ ഈ കൊട്ടിൻ്റെ പാരമ്പര്യം നിലനിന്ന് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോൾ തായമ്പക മാത്രമല്ല, പഞ്ചവാദ്യം, മേളം എന്നിവയിലും വളരെ അതൊരു പരിധിവരെ കലോത്സവത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കടന്നുവരവ് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയണം. കാരണം കലോത്സവത്തിൽ ഇതിന് ശരിക്കും ഒരു മേളയായാലും പഞ്ചവാദ്യം, തായമ്പക ഏതായാൽ തന്നെയും അത് കൃത്യമായി കൊട്ടി തുടങ്ങി അത് കലാശിക്കാനാണ് പഠിപ്പിക്കുന്നത്. അത് ചിട്ടായിട്ടുള്ള പരിശീലനം ആ വഴിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം ഇതിന് നാളേക്ക് ഒരു നല്ലൊരു ഇത് ചെയ്യാൻ പ്രാപ്തരായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ക്ഷേത്രവാദ്യകല അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പോകും, അതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ അതിലുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് ആ വകയിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കാഞ്ഞങ്ങാട് സൗത്തിലാണ്, മാധോത്ത് ക്ഷേത്രത്തിന് സമീപം. ഭാര്യ സുജാത, മക്കൾ ശില്പ, ശ്രേയ, രണ്ടുപേരും ഇപ്പോൾ സ്ഥലത്തില്ല. അവരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിൽ രണ്ടുപേരും ഈ തിമല, സോപാന സംഗീതം ഇതൊക്കെ അഭ്യസിച്ചിരുന്നു. ഇപ്പോൾ ഒരാൾ ശില്പ എഞ്ചിനീയറാണ്, മറ്റാൾ MBBS ഡോക്ടറാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടില്ല. ബഹുമതികൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഈ അവാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടങ്ങുമ്പോൾ തന്നെ വലിയ വലിയ വേദികളിൽ കൊട്ടാൻ വിളിക്കുന്നതിനാണ് ഒരു യഥാർത്ഥ കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബഹുമതി. പിന്നെ സർക്കാരിൻ്റെ ബഹുമതി, സെൻട്രൽ കൾച്ചറൽ മിനിസ്ട്രിയുടെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ 2000 കിട്ടി, അതൊക്കെ മുമ്പേ കിട്ടി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര പട്ടുംവളയും വാദ്യരത്നം ബഹുമതിയും കിട്ടിയിട്ടുണ്ട്. ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ പഞ്ചാനന പുരസ്കാരം 2000 കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂർ ക്ഷേത്രത്തിൽ നിന്നും ധാരാളം അവാർഡുകളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ, ഈ അവാർഡ് എന്നുള്ള വാക്ക് എനിക്ക് വരില്ല, അത് ഇതുവരെ വായിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.
പഞ്ചവാദ്യത്തിലും തായമ്പകയിലും മേളപ്പൊരുക്കങ്ങൾ തീർത്ത വടക്കിൻ്റെ വിസ്മയ കലാകാരൻ്റെ താളവിശേഷങ്ങളുടെ ലോകത്ത് നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുന്നു. മറ്റൊരു വേറിട്ട കാഴ്ചതയും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ വിഷു ആശംസകൾ.